വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പഠിക്കാം ലോഹങ്ങൾ. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പാണ്. രണ്ടാമത്തെ പോയിന്റ്, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. മൂന്നാമത്തെ പോയിന്റ്, ഏറ്റവും അധികം കാഠിന്യമുള്ള ലോഹം ഏതാണ്? കാഠിന്യമുള്ളത് ടങ്സ്റ്റൺ ആണ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള ലോഹം ടങ്സ്റ്റൺ. നാലാമത്തെ പോയിന്റ്, സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? ഓസ്മിയം. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ലോഹം ഓസ്മിയമാണ്. 5, ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറിയും ഗാലിയം. ഒരിക്കൽ കൂടി പഠിക്കാം. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പാണ്. ലോഹങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ഏറ്റവും അധികം കാഠിന്യമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. ഏറ്റവും സാന്ദ്രതയുള്ള ലോഹം ഓസ്മിയമാണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? മെർക്കുറിയും ഗാലിയവുമാണ് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾ. ആറാമത്തെ പോയിന്റ്, ഏറ്റവും താണ ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ് ഏറ്റവും താണ ദ്രവണാങ്കമുള്ള ലോഹം. ഇനി ഏഴാമത്തേത്, വാഹനപ്പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ലെഡാണ്. അപ്പോൾ വാഹനപ്പുകയിലുള്ളത് ലെഡാണ്. ഏറ്റവും താണ ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? മെർക്കുറിയുമാണ്. പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹം ഏതാണ്? പ്ലാറ്റിനമാണ്. പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാറ്റിനമാണ് ഉത്തരം. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ഏതാണ്? എക്സ്റേ കടന്നു പോകാത്തത് ലെഡിലാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? മെർക്കുറിയാണ്. ഇനി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവുമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. സോഡിയം, പൊട്ടാസ്യം എന്നീ 2 ലോഹങ്ങളാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ. പ്ലൂട്ടോണിയമാണ് ഏറ്റവും വിഷമുള്ള ലോഹം എന്നറിയപ്പെടുന്നത്. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. അപ്പോൾ പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്നത് ഏതാണ്? പ്ലാറ്റിനമാണ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ഏതാണ്? ലെഡാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. ഏറ്റവും വിഷമുള്ള ലോഹം ഏതാണ്? പ്ലൂട്ടോണിയമാണ്. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹഘടകം ഏതാണ്? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ്. അടുത്തത്, വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഡുറാലുമിനാണ്. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡുറാലുമിൻ. അലൂമിനിയം കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഇരുമ്പാണ്. അലുമിനിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ ഉള്ളത്. ഏറ്റവും നന്നായി അടിച്ചു പരത്താവുന്ന ലോഹം ഏതാണ്? സ്വർണമാണ്. ഏറ്റവും നന്നായിട്ട് അടിച്ചു പരത്താവുന്ന ലോഹം, അടിച്ചു പരത്താൻ ഏറ്റവും കഴിയുന്ന ലോഹം ഏതാണ്? വേഗത്തിൽ സ്വർണമാണ്. മീനാമാത രോഗമല്ലെങ്കിൽ മാർജാര നൃത്തം എന്നർത്ഥം വരുന്ന രോഗത്തിന് കാരണം ഏതാണ്? മെർക്കുറിയാണ്. മീനാമാത അല്ലെങ്കിൽ മാർജാര നൃത്തം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മെർക്കുറിയാണ്. അപ്പോൾ വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഡുറാലുമിനാണ്. അലൂമിനിയം കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇരുമ്പാണ്. ഏറ്റവും നന്നായി അടിച്ചു പരത്താവുന്ന ലോഹം സ്വർണമാണ്.
മീനാമാത അല്ലെങ്കിൽ മാർജാര നൃത്തം രോഗത്തിന് കാരണമായ ലോഹമാണ് മെർക്കുറി. അടുത്ത പോയിന്റ്, ഇത്തായ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അതിന് കാരണം ഏതാണ്? കാഡ്മിയമാണ്. ഇത്തായ് രോഗത്തിന് കാരണം കാഡ്മിയമാണ്. ഇനി കളിമണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അലൂമിനിയമാണ്. കളിമണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അലുമിനിയമാണ്. അപ്പോൾ കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയം. അറ്റോമിക് ക്ലോക്കുകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സീസിയമാണ്. അറ്റോമിക് ക്ലോക്കുകളിൽ സീസിയം. താപം, വൈദ്യുതി എന്നിവയെ നന്നായി കടത്തിവിടുന്നത് ഏതാണ്? വെള്ളിയാണ്. അപ്പോൾ താപം, വൈദ്യുതി എന്നിവയെ നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ്. ഒരിക്കൽ കൂടി, ഇത്തായ് രോഗത്തിന് കാരണം കാഡ്മിയം. കളിമണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയം. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം. താപം, വൈദ്യുതി എന്നിവയെ കടത്തിവിടുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ്. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായത് ഏതാണ്? ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഇരുമ്പാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായത് കാൽഷ്യമാണ്. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ലോഹം കാൽസ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യം ഏതാണ്? അതും കാൽഷ്യമാണ്. വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? വൈദ്യുത ബൾബുകളിൽ ടങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? അലൂമിനിയം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ലോഹത്തെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ട് സഹായിക്കുന്ന ലോഹം ഏതാണ്? കാൽഷ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽഷ്യം. വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലൂമിനിയം. നമുക്കൊരിക്കൽ കൂടി വായിക്കാം. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏതാണ്? ചെമ്പാണ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. കാഠിന്യം കൂടുതലുള്ളത് ഏതാണ്? ടങ്സ്റ്റൺ ആണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയമാണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? മെർക്കുറിയും ഗാലിയവുമാണ്. ഏറ്റവും താണ ദ്രവണാങ്കമുള്ളത് മെർക്കുറി. വാഹനപ്പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലെഡാണ്. പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ലോഹം ഏതാണ്? പ്ലാറ്റിനം. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവുമാണ്. പ്ലൂട്ടോണിയമാണ് ഏറ്റവും വിഷമായിട്ടുള്ള ലോഹം. ഏറ്റവും വിഷമുള്ള ലോഹം പ്ലൂട്ടോണിയം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഡുറാലുമിൻ. ഇനി അലുമിനിയം കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രണ്ടാമതായിട്ടുള്ളത് ഏതാണ്? ഇരുമ്പാണ്. ഏറ്റവും നന്നായിട്ട് അടിച്ചു പരത്താൻ പറ്റുന്ന ലോഹം ഏതാണ്? സ്വർണം. മീനാമാത്ത അല്ലെങ്കിൽ മാർജാര നൃത്തം എന്നറിയപ്പെടുന്ന രോഗം എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? മെർക്കുറി. ഇത്തായ് രോഗത്തിന് കാരണം കാഡ്മിയം. കളിമണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയം. അറ്റോമിക് ക്ലോക്കിലുള്ളത് ഏതാണ്? സീസിയം. താപം, വൈദ്യുതി എന്നിവയെ നന്നായി കടത്തിവിടുന്നത് ഏതാണ്? വെള്ളി. ഹീമോഗ്ലോബിനിൽ ഇരുമ്പാണുള്ളത്. രക്തം കട്ടപിടിക്കാൻ ആവശ്യത്തിന് സഹായിക്കുന്ന ലോഹം കാൽഷ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യം കാൽഷ്യം. വൈദ്യുത ബൾബുകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയം. താങ്ക് യു ഫോർ വാച്ചിങ്.